നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സിനി ടോക്കിലേക്ക് സ്വാഗതം. 2016 സിനിമാ ചരിത്രത്തിലേക്ക് കലാമൂല്യമുള്ളൊരു സിനിമയുമായി ഒരു പുതുമ സംവിധായകൻ്റെ കടന്നുവരവ്. പർദ. സംവിധായകൻ ബാദുഷ നമ്മോടൊപ്പം. ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സിനിമയെയും എന്നെയും സ്വീകരിച്ച എല്ലാ മാന്യ പ്രേക്ഷകരോടുമുള്ള നന്ദിയും കടപ്പാടും ആദ്യമേ തന്നെ അറിയിക്കുന്നു. സർ, പർദ എന്നൊരു ടൈറ്റിൽ, അതിലൂടെ നല്ലൊരു പ്രണയകഥ. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി? പർദ എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ അതിൻ്റെ കഥ അതെൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രിയതേ, ഈ ഓർമ്മകൾ എന്നെ കൊല്ലുന്നത് എന്തിനു പൊന്നെ? ഞാൻ നൽകിയ സ്നേഹം നിനക്ക് തികഞ്ഞില്ല എന്നോ? അരുതേ, എൻ്റെ ഓർമ്മയിൽ വെറുതെ ഇനിയും നിൻമുഖമണയരുതേ. ആ കഥ തുടരാനായ ആഗ്രഹം എനിക്കില്ല പെണ്ണെ. ഇനിയും മനസ്സിന് താങ്ങാനൊട്ടും കരുത്തില്ല പൊന്നെ. നിന്റെ വാചകം കൊണ്ടെനിക്കു തന്നതൊരു നീച പ്രണയമല്ലേ? നിന്റെ വഞ്ചനയ്ക്കു മുന്നിൽ തകർന്നതോ എൻ്റെ ഹൃദയമല്ലേ? പ്രിയതേ, ഈ ഓർമ്മകൾ എന്നെ കൊല്ലുന്നത് എന്തിനു പൊന്നെ? ഞാൻ നൽകിയ സ്നേഹം നിനക്ക് തികഞ്ഞില്ല എന്നോ? തികഞ്ഞില്ല എന്നോ? പിന്നെ ഞാൻ സൂര്യയുടെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ മറുപടി പെട്ടെന്ന് കിട്ടിയിട്ട് വേണം ബിബിക്ക് അടുത്ത ഫ്ലൈറ്റിന് ദുബായിക്ക് പോകാൻ. നിങ്ങളൊന്ന് പോയേ. ഇതിനുള്ള പരിപാടിയും ചെയ്യും നിനക്ക് ഞാൻ തരുന്നുണ്ട്. പിന്നെ കണ്ട സ്വപ്നങ്ങൾ ഉള്ളിലടക്കി ഹൃദയത്തിൽ എന്നെ ഒതുക്കി ചേർത്തു വച്ച മിഴിനീരിലുടക്കി ഒടുവിൽ നീ എന്നെ വിലക്കി. ആരറിഞ്ഞു പ്രിയ നിന്റെ ഓർമ്മകൾക്കിത്ര നോവതെന്ന്? എന്നാലും നീ തന്ന വാക്കുകൾക്കു മികവുറ്റതില്ല ഇന്ന്. ഇനി നോവു തിന്നാൻ എനിക്കു വയ്യ നിന്നോർമ്മകൾ കണ്ടുകൊണ്ട്. നിഴൽ പോലെ ഞാൻ നിന്റെ പൂമുഖം എൻ നെഞ്ചിൽ ചേർത്തതാ പണ്ട്. നോവായി കഥ വീണ്ടും നീണ്ട്. പ്രിയതേ, നിങ്ങൾക്ക് ഇവളെ ശരിക്കും ഇഷ്ടാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചു? അല്ല, ഞാൻ സംശയം പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ പ്രേമിക്കുന്നത് കല്യാണം കഴിക്കാൻ തന്നെ അല്ലേ? ഈ ഉടുത്തിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതിങ്ങനെ പൊക്കിയെടുക്കാൻ അറിയാം ജോസഫ് അലക്സിന്. നമസ്കാരം. ആരാ മനസ്സിലായില്ല? ചെല്ലകിടിക്ക് നമ്മൾ അറിയാമെന്ന് ചോദിച്ചേ. ഇക്കാനറിയില്ല, ആള് പുലിയല്ലേ? ഓ, ആരാണല്ലേ? ഒരു പാതിരാത്രി മണിയറ വാതിലേ മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കണം. നീ ആരാണ്, എന്തൊരു വേണം? നമ്മളില്ലേ വട്ടാണല്ലേ? ചെല്ലക്കിളി പോവേണം. എവള് പുലിയാണ് കേട്ടാ, ഒരു വരവൂടി വരേണ്ടി വരും. അല്ലടോ, ഇവിടെ മൊത്തം മമ്മൂക്കാടെ ഫിലിമാണല്ലോ. അന്നക്കാക്കുന്ന ലാലേട്ടനെ പിടിക്കൂല? അയ്യോ, ആരാ മോനെ ദിനേശ ഈ അരിപ്പാളത്തിലൊക്കെ പറഞ്ഞ ഇവന? മമ്മൂക്ക നമുക്ക് ചങ്കാണെങ്കിൽ ലാലേട്ടൻ നമുക്ക് രംഗ്. നീ പോ മോനെ ദിനേശ. ഈ ആയുസിനിയും നിനക്കു തരില്ല, വേദനിക്കുവാൻ കഴിയില്ല, തമ്മിലൊരുമിക്കുവാൻ വിധിയില്ല, നിനക്കൊട്ടും ആഗ്രഹമില്ല. വഞ്ചകി, നിന്റെ വാക്കുകൾ കേട്ടു നെഞ്ചകം തുളഞ്ഞ് കൊല്ലാതെ നീ കൊന്നൊരീ ചതിക്കു മുന്നിൽ മനസ്സടഞ്ഞ്. എന്നാലും നീ ചെയ്തു വച്ച നാടകം എത്ര കേമമാ മണ്ണിൽ. കൊല്ലാതെ നീ കൊന്നൊരീ ചതിക്കു നീ അനുഭവിച്ചിടും മുന്നിൽ, മനസ്സും മരിച്ചിടും മണ്ണിൽ. സംഭവമൊക്കെ ശരിയാ. നിങ്ങളെ കാണുമ്പോൾ ചിരിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇനി അത് ഉണ്ടാവില്ല. എനിക്കത് ഇഷ്ടല്ല. വാടി. എന്തായാലും നീ എന്തിനാ അയാളോട് ഇങ്ങനെയൊക്കെ ചെയ്ത്? നിനക്ക് തോന്നുന്നുണ്ടോ അയാളെ മറക്കാൻ പറ്റുന്നു? ഇന്ന് അയാൾ എന്നെ സ്വീകരിച്ചാൽ അയാൾക്കൊരു സ്വപ്നമുണ്ട്, അതില്ലാണ്ടാകും.
എൻ്റെ വീട്ടിലെ സാഹചര്യമൊക്കെ അനക്കറിയണതല്ലേ. ഒരിക്കലും സിനിമയോ സിനിമക്കാരെയോ ഇല്ല, അവർ യോജിച്ചു പോവില്ല. അയാൾക്കാണെങ്കിലോ സിനിമയില്ലാതെ ജീവിതമില്ല. മനഃപൂർവ്വമാണെങ്കിലും എന്നോടുള്ള വാശിക്ക് അയാൾ വിജയം കണ്ടെത്തും. ഇത്തിരി വേദനിച്ചാലും കഷ്ടപ്പെട്ടാലും വിജയിക്കല്ലോ, രക്ഷപ്പെടല്ലോ. പ്രിയതേ, ഈ ഓർമ്മകൾ എന്നെ കൊല്ലുന്നത് എന്തിനു പൊന്നെ? ഞാൻ നൽകിയ സ്നേഹം നിനക്ക് തികഞ്ഞില്ല എന്നോ? അരുതേ എൻ്റെ ഓർമ്മയിൽ വെറുതെ ഇനിയും നിൻ മുഖമണയരുതേ. ആ കഥ തുടരാനായ ആഗ്രഹം എനിക്കില്ല പെണ്ണെ. ഇനിയും മനസ്സിന് താങ്ങാനൊട്ടും കരുത്തില്ല പൊന്നെ. നിന്റെ വാചകം കൊണ്ടെനിക്കു തന്നതൊരു നീച പ്രണയമല്ലേ? നിന്റെ വഞ്ചനയ്ക്കു മുന്നിൽ തകർന്നതോ എന്റെ ഹൃദയമല്ലേ? അങ്ങനെ ആ പെണ്ണും കയ്യിൽ നിന്ന് പോയില്ലേ? ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഒരുപാട് ഷോർട്ട് ഫിലിമുകളും പരസ്യ ചിത്രങ്ങളും അതുവഴി സിനിമയിലേക്കുറിച്ച് ഓടവെപ്പ് കഥകൾ എഴുതാൻ പിന്നെയും ചന്തുവിൻ്റെ ജീവിതം ബാക്കി. തോക്കൂല. പ്രിയതേ, ഈ ഓർമ്മകൾ എന്നെ കൊല്ലുന്നത് എന്തിനു പൊന്നെ? ഞാൻ നൽകിയ സ്നേഹം നിനക്ക് തികഞ്ഞില്ല എന്നോ? തികഞ്ഞില്ല എന്നോ? ബാദുഷാ, ആ പഴയ ഓർമ്മകളൊക്കെ മുറിവേൽപ്പിക്കുന്നുണ്ടല്ലേ? പോട്ടട, അത് വെട്ടിക്കള. നമുക്കൊരു ലക്ഷ്യമുണ്ട്, സിനിമ. നിന്റെ മനസ്സിൽ മമ്മൂക്ക വെച്ചൊരു പടമല്ലേ, വൈകാതെ നടക്കണം. അവളുടെ പ്രാർത്ഥനയുടെ പിൻബലം അതാണ് എൻ്റെ വിജയം അല്ലേ? ഏതായാലും നമ്മളുടെ ഈ ഉയർച്ചയിൽ അവൾ സന്തോഷിക്കുന്നുണ്ടാവും. നീ തളരരുത്. സിനിമയില്ലാതെ നമുക്കൊന്നും പറ്റില്ല ഈ ലോകത്ത്. തളരാനോ? ഞാനോ? ബാദ്ഷയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.